ശ്രീ മോദി ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു വാക്ക് പാലിച്ചു. 45 ദിവസത്തിനകം വരുമെന്ന് പറഞ്ഞ വാക്ക് എടുത്തു പറയാൻ കാരണം പൊതുവെ വാക്ക് പാലിക്കാൻ കഴിയാത്ത പാർട്ടിയാണ് BJP. പൊതുവെ വാക്ക് പറയുകയും തരം പോലെ വാക്ക് മാറ്റുകയും മറക്കുകയും ചെയ്യുന്ന BJPക്കും നരേന്ദ്രമോദിക്കും ഈയൊരു വാക്ക് പാലിക്കാൻ പറ്റിയെന്ന കാര്യം ഞങ്ങളും എടുത്തു പറയുന്നു. പക്ഷെ എന്തുണ്ടായി? ഒരു വലിയ മല വന്നു. ആ മല ഒരു എലിയെപ്പോലും പ്രസവിച്ചില്ല. അതെല്ലാം കേട്ട് പരിചയിച്ചത് മല എലിയെ പ്രസവിച്ചു എന്നാണ്. ഈ വൻമല BJP അധികാരത്തിൻ്റെ കേന്ദ്രസ്ഥാനമായ ഈ വൻമല ഒരു ചുണ്ടലിയെ പോലും പ്രസവിച്ചില്ല. അത് വന്ന പോലെ പോയി. വരുമോരോരോ ദശ വന്ന പോലെ പോകും എന്ന് പറഞ്ഞ പോലെ തിരക്ക് പിടിച്ച് മോദിജി വന്നു. തിരക്ക് പിടിച്ച് എന്തൊക്കെയോ പറഞ്ഞു. തിരക്കോടെ അഭിനയിച്ചു. തിരക്കോടെ പോയി. എന്ത് കിട്ടി കേരളത്തിന്? ഇവിടെ പറഞ്ഞത് ഭരണം കിട്ടിയാൽ 45 ദിവസങ്ങൾക്കുള്ളിൽ തലസ്ഥാന നഗരിയുടെ മുഖച്ഛായ മാറ്റുന്ന മാസ്റ്റർ പ്ലാനോ ബ്ലൂ പ്രിൻ്റോ എന്തൊക്കെ പറഞ്ഞിരുന്നു. അത് പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് സാക്ഷാൽ പ്രധാനമന്ത്രി എത്തുക എന്നാണ് പറഞ്ഞു കേട്ടത്. അദ്ദേഹം വന്നു എന്ന കാര്യമല്ലാതെ മാസ്റ്റർ പ്ലാനും ഇല്ല, ബ്ലൂ പ്രിൻ്റും ഇല്ല, ഒന്നുമില്ല. ഞാൻ വായിച്ചത് ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി വരുമ്പോൾ ഇതൊക്കെ സ്വീകരിക്കാൻ തലസ്ഥാനത്തെ മേയർക്ക് ഒരവസരം പോലും കിട്ടിയില്ല. അത് ഒരു അപൂർവമായ കാഴ്ചയാണ്. പറയുന്ന കാര്യം എന്താ? അവിടെ സ്വീകരിക്കാൻ പോയാൽ BJPയുടെ വേദിയിൽ സ്ഥലം കിട്ടില്ല പോലും. എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. പ്രധാനമന്ത്രിയെ പ്രോട്ടോകോൾ വൈസ് സ്വീകരിക്കാൻ പോകേണ്ട പട്ടികയിൽ മുൻനിരയിൽ പേരുണ്ടാകേണ്ട ആളാണ് മേയർ. ആ മേയർ അവിടെ പോയാൽ BJPയുടെ ചടങ്ങിൽ സ്ഥലം കിട്ടില്ല പോലും. ഇതെന്താ വളരെപ്പെട്ടതുമാണോ? BJPയുടെ മേയർക്ക് പോലും ഒരു കസേര കൊടുക്കാനുള്ള നിർദ്ദേശം കൊടുക്കാനാകാത്ത ഒരു സംവിധാനമാണോ PMOയ്ക്കുള്ളത്? പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൽ ഇതൊക്കെ ചെയ്യുന്നവർക്ക് അറിയില്ലേ? ആറ്റുനോറ്റ് ഒരുപാട് കള്ളത്തരം കാണിച്ചും പണം വാരി എറിഞ്ഞും പലതും കാട്ടിക്കൂട്ടിയും വെള്ളം പോലെ പണമൊഴുക്കിയും ഒക്കെ നേടിയ ഒരു വലിയ കനിയാണ് മേയർ പദവി. ആ പദവിയിലിരിക്കുന്ന ആളെ BJPയുടെ ചടങ്ങിലെ വേദിയിൽ കസരകൾ തിരുത്താനുള്ള ഒരു പ്രോട്ടോക്കോൾ ഉണ്ടാക്കിയെടുക്കാനാകാത്ത PMO ഓഫീസ് എന്ത് ഓഫീസാണ്? ആ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് സത്യം പറഞ്ഞാൽ BJP നേതാക്കളെപ്പോലും ആട്ടിയകറ്റുന്ന സ്വേച്ഛാധിപത്യ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്ര ഓഫീസെന്ന് പറയാൻ തോന്നിപ്പോവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.